സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ രാജഗോപാലാണ്. സാർ നമസ്കാരം. നമസ്കാരം. നമസ്കാരം സാർ, ഇന്ന് നമ്മളിപ്പോ ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുള്ള വിഷയം വളരെ രാഷ്ട്രീയ കേരളം വളരെ മുൾമുനയിൽ നിൽക്കുകയാണ്. ആര് മുഖ്യമന്ത്രിയാകും? 3 നേതാക്കളും ഡൽഹിയിലുണ്ട്. സാർ, ഞാൻ ഡയറക്റ്റ് ആയിട്ട് ചോദ്യത്തിലേക്ക് തന്നെ വരാം. സാർ, AICCയുടെ ജനറൽ സെക്രട്ടറി, വർക്കിംഗ് ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട KC വേണുഗോപാൽ, അദ്ദേഹം ഇപ്പോൾ കേരളത്തിൽ ഈ പറയുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രയത്നം കൂടെ കൊണ്ടാണ് ഇലക്ഷൻ ഇങ്ങനെ ഈ കണ്ട രീതിയിലൊക്കെ വിജയം ഉണ്ടായത് ഇരിക്കട്ടെ. പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിൽ വെറും കളിപ്പാവ ആവുകയാണോ AICC എന്നൊരു മറു ചോദ്യം സാധാരണക്കാർക്ക്, രാഷ്ട്രീയം പഠിക്കുന്നവരായിരുന്നാലും അല്ലെങ്കിലും നമുക്കൊരു ചോദ്യം ഉണ്ടാകുന്നുണ്ട്. AICC എന്ന് പറയുന്നത് വേണുഗോപാലിന്റെ കയ്യിലെ വെറും കളിപ്പാവ ആവുകയാണ്. അല്ലത് അങ്ങനെ പറയാനൊക്കത്തില്ല യേശുദാസ്. അദ്ദേഹത്തെ മാത്രം എന്തിനാണ് നമ്മളത് പറയുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങളില് അദ്ദേഹം അവിടെ പോയിട്ട് ഏതാണ്ട് 8 വർഷമല്ലേ ആയിട്ടുള്ളൂ. 2018 മറ്റോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം AICCയിലേക്ക് പോകുന്നത്. അതുവരെ കേരളത്തിൽ തന്നെയായിരുന്നു. അതേപോലെ തന്നെ ലോക്സഭയിലുണ്ടായിരുന്നു. ലോക്സഭയിലെ MP ഒക്കെ ആയിരുന്നു, കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്നു. പിന്നീട് പ്രത്യേക സാഹചര്യത്തിൽ രാജസ്ഥാനിലെ ഒരു സാഹചര്യങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് അദ്ദേഹം അവിടെ AICC ആസ്ഥാനത്ത് എത്തുന്നതും സംഘടനാ ജനറൽ സെക്രട്ടറി ആകുന്നത്. സംഘടനാ ജനറൽ സെക്രട്ടറി ആയ ശേഷമാണ് എനിക്ക് തോന്നുന്നത് നെഹ്റു കുടുംബത്തില് ഒരേ സമയം 3 പേരും, അതായത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും 3 പേര് MP സ്ഥാനത്ത് വരെ വന്നു, അല്ലേ? അദ്ദേഹത്തിന്റെ ഒരു വലിയ കഴിവ് തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു വലിയ കഴിവാണത്. അപ്പൊ അതുകൊണ്ടാണ് യേശുദാസ് നേരത്തെ ചൂണ്ടിക്കാണിച്ചത് അദ്ദേഹം അവിടുത്തെ സർവാധികാരിക്കാരിയാണ്, അതിനകത്ത് യാതൊരു സംശയവുമില്ല. അപ്പൊ അദ്ദേഹത്തിന് അതിനെ ഹൈജാക്ക് ചെയ്യേണ്ട കാര്യങ്ങളില്ല. കാരണം അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന വാക്കുകളിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് വരും. കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ആരാണ്? നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാവുന്ന ഒരു ആരാണ്? ഈ പ്രധാനമായിട്ട് ഈ സോണിയാഗാന്ധി ഉണ്ട്, അതിനകത്ത് രാഹുൽ ഗാന്ധി ഉണ്ട്, പ്രതിപക്ഷ നേതാവ്, പിന്നീട് AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, പിന്നീട് വരുന്ന പ്രിയങ്ക ഗാന്ധിയുമാണ്. അവരും MP ആണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സിസ്റ്റമാണ് അവിടെ വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള കോൺഗ്രസ് ഹൈക്കമാൻഡില് പിന്നെ പറഞ്ഞില്ല, അംഗങ്ങളും മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്രവർത്തക സമിതിയുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ കോൺഗ്രസിന്റെ ഒരു അധികാര കേന്ദ്രം എന്നും നെഹ്റു കുടുംബത്തോട് ചേർന്ന് തന്നെയാണ് നിന്നിരിക്കുന്നത്. പണ്ഡിറ്റ് നെഹ്റുവിന്റെ കാലത്തൊട്ട് തന്നെ അത് തന്നെയാണുള്ളത്. പിന്നെ ഇന്ദിരാഗാന്ധിയുടെ കാലത്തും എല്ലാം ആ ഒരു വലിയ പാരമ്പര്യമാണ്. സോണിയാഗാന്ധിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അവര് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അവർ പോയില്ല, അവരുടെ പൗരത്വത്തിന്റെ പേരിൽ അവർ അതിന്റെ പേരിൽ പോയില്ല എന്നുള്ളതിൽ. പക്ഷെ ഭരണം നിയന്ത്രിച്ചിരുന്നത് ആ കുടുംബം തന്നെയായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വലിയ വിശാലമായ ഒരു തറവാട്ടിലേക്കാണ്, ഒരു കോൺഗ്രസ് തറവാട്ടിലേക്കാണ് KC വേണുഗോപാൽ കടന്നു ചെന്നപ്പോ അവസരങ്ങൾ ഒരുപാടുണ്ട്. അവിടെ ഒരുപാട് അവസരങ്ങളുണ്ട്. പാർട്ടിയെ ശക്തിപ്പെടുത്താം, തീർച്ചയായിട്ടും പാർട്ടിയെ ശക്തിപ്പെടുത്താം. അതിന് തന്നെയാണ് അദ്ദേഹം അവിടെ നിന്ന് പോയത്, കേരളത്തിൽ നിന്ന് പോയത്. പക്ഷെ അതോടൊപ്പം തന്നെ അത് രാഹുൽ ഗാന്ധിയുടെ വലിയ വിശ്വസ്തനായിട്ട് മാറി. അതാണ് അദ്ദേഹത്തിനുണ്ടായ ഏറ്റവും വലിയ പോസിറ്റീവ് ഘടകം എന്ന് പറയുന്നത്. അതാണ് രാഹുൽ ഗാന്ധിയുടെ വളരെ വിശ്വസ്തനായിട്ട് മാറുന്നു. രാഹുൽ ഗാന്ധിയെ ഒരു ദേശീയ ആദ്യകാലങ്ങളിലൊക്കെ അദ്ദേഹം അങ്ങനെ വലിയ യാത്രകളും മറ്റു പ്രസംഗങ്ങളിലും അതേപോലെ തന്നെ ഭാരത് ജോഡോ യാത്ര, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വേണുഗോപാലിന്റെ ആശയങ്ങളായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം അതിന്റെ തുടർന്ന് അദ്ദേഹത്തിന് ദേശീയ തലത്തിൽ ഒരു വലിയ ഫിഗർ ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി എപ്പോഴും അങ്ങനെയാണ്. ചില സമയങ്ങളിലൊക്കെ വളരെ സജീവമായിട്ട് രാഷ്ട്രീയത്തിൽ വരും, പാർലമെന്റിൽ വരും, പ്രസംഗിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അതിനുശേഷം പിന്നീട് അദ്ദേഹത്തെ കുറച്ച് ദിവസം കാണത്തില്ല. നിർണായകമായ ചില ഘട്ടങ്ങളിലൊക്കെ വരുമ്പോൾ അദ്ദേഹം AICC ഉണ്ടാകത്തില്ല, ഡൽഹിയിൽ തന്നെ ഉണ്ടാകത്തില്ല, ഇന്ത്യയിൽ തന്നെ ഉണ്ടാകത്തില്ല ചില ഘട്ടങ്ങളിൽ. അതിന്റെ പേരിലൊക്കെ തന്നെ കക്ഷികൾ ചില വിവാദങ്ങളും മറ്റൊക്കെ പറയുന്നൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കഥകളും ഒക്കെ ഉണ്ട്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, അതതിന്റെ വഴിക്ക് പോകട്ടെ. പക്ഷെ ആ ബന്ധങ്ങളെ അങ്ങനെ ഉണ്ടായിരുന്ന രാഹുൽ ഗാന്ധിയെ ഏതാണ്ട് കൃത്യമായിട്ട് ഒരു നല്ല പൊളിറ്റിക്കൽ, ഒരു രാഷ്ട്രീയ നേതാവാക്കി രൂപപ്പെടുത്തുന്ന കാര്യത്തില് വേണുഗോപാലിന് ഒരു നല്ല പങ്കുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ സ്വന്തം സഹചാരിയായിരുന്നു. നമ്മൾ പറയത്തില്ലേ, ഇപ്പൊ രാഹുൽ ഗാന്ധി രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആദ്യം മുഖം കഴുകണോ, പല്ല് തേക്കണോ എന്നുള്ള കാര്യങ്ങളിൽ പോലും അവസാന വാക്ക് KC വേണുഗോപാലായി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? അദ്ദേഹം വലിയൊരു അധികാര കേന്ദ്രമായി. അദ്ദേഹം AICC വലിയ അധികാര കേന്ദ്രമായിട്ട് അങ്ങ് മാറി എന്നുള്ളതാണ്. അത് സ്വാഭാവികമാണ്. എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഒരാൾ അതിനകത്തൊരു അധികാര കേന്ദ്രമാകുന്നു എന്നുള്ളത് അതിനകത്തൊരു സ്വാഭാവിക നീതിയുമാണ് അതിനകത്തിൽ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ആദ്യ ഘട്ടങ്ങളിലെ പ്രതിപക്ഷ നേതാവിനുള്ള ഒരു നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണകാലത്ത് ഉണ്ടായിരുന്നില്ലല്ലോ കോൺഗ്രസിന് അത്രയും അംഗസംഖ്യ ഉണ്ടായിരുന്നില്ല.
പക്ഷെ ഇപ്പോഴത്തെ ഈ സഭ നോക്കുക, ഈ സഭയിലെ ഏതാണ്ട് പിന്നെ NDA സഖ്യത്തിന് 233 സീറ്റാണ്. കോൺഗ്രസിനുണ്ട് 100ഓളം സീറ്റുകൾ കിട്ടി അല്ലേ? NDA അതിശക്തമായിട്ട് അധികാരത്തിൽ വരുമെന്ന് പറയുന്ന സമയത്ത് 100ഓളം സീറ്റുകൾ കോൺഗ്രസിന് നേടിയെടുക്കാൻ പറ്റി. അങ്ങനെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവായിട്ട് രാഹുൽ ഗാന്ധി സഭയിൽ വരികയും ചെയ്തു. അതോടെ ഒപ്പം തന്നെയാണ് വയനാട്ടിൽ നിന്ന്, വയനാട് കേരളമാണ് ഇപ്പൊ വടക്കേ ഇന്ത്യയിലെ UP-യിലൊക്കെ BJPയുടെ സർവാധിപത്യം വന്ന ശേഷം, പ്രത്യേകിച്ച് നരേന്ദ്രമോദി, അമിത്ഷാ, അതോടൊപ്പം തന്നെ യോഗി ആദിത്യനാഥിന്റെ ഒക്കെ ഭരണം വന്ന ശേഷം ഇവരുടെ പഴയ UP തട്ടകം അവർക്ക് നഷ്ടപ്പെട്ടു. UP-യിൽ നിന്ന് ഒരു തോൽക്കുകയും ചെയ്തിട്ടുള്ള ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ UP അവരുടെ ഒരു സുരക്ഷിത താവളമല്ല എന്ന് മനസ്സിലാക്കിയ ശേഷമാണ് അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നത്. ഞാനൊന്ന് ഇടയ്ക്ക് എനിക്കൊരു ചോദ്യം ചോദിക്കണ്ടായിരുന്നു സാറ് ഈ പറഞ്ഞ പോലെ KC വേണുഗോപാലാണ് അവരുടെ ഏറ്റവും വിശ്വസ്തനായി മാറുന്നതിന് മുമ്പ് നമ്മൾ കേരളത്തിൽ ചില സാറിനെ പോലെ തന്നെയുള്ള ചില മാധ്യമപ്രവർത്തകരെ സംസാരിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളത്, ഒരുവേള KC വേണുഗോപാലിനെ കേരളത്തിൽ നിന്ന് കണ്ണൂർ രാഷ്ട്രീയം തന്നെ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയം തന്നെ അദ്ദേഹത്തിന് അത്ര കണ്ട് വളരെ വല്ലാത്ത രീതിയിൽ ട്രീറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവനും കൊണ്ട് അദ്ദേഹം ഡൽഹിയിലേക്ക് പോയതാണെന്ന് ഒരു ഭാഷ്യമുണ്ട്. അങ്ങനെ ഒരു ഭാഷ്യമുണ്ട്. അതായത് സാറിനറിയാം, രാമകൃഷ്ണൻ, കണ്ണൂർ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു നേതാവ് ഉണ്ടായിരുന്നു, K. സുധാകരൻ ഉണ്ടായിരുന്നു. സാറിന് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. N. രാമകൃഷ്ണൻ, K. സുധാകരൻ അടങ്ങുന്ന കണ്ണൂർ പൊളിറ്റിക്സിൽ നിന്ന് ചെറുപ്പക്കാരനായ KC വേണുഗോപാൽ ഇത്രയും ഉയർന്നു വന്നത് അദ്ദേഹത്തിന്റെ പ്രയത്നം കൊണ്ടാണ്. അത് അദ്ദേഹത്തിന്റെ പോസിറ്റീവ് വശം. സർ, 2, ഡൽഹിയിലേക്ക് എത്തിയ KC വേണുഗോപാൽ നമ്മൾ കണ്ടതാണ് അംബിക സോണി, അതുപോലെ തന്നെ ഗുലാം നബി ആസാദ്, ഇങ്ങനെ നിരവധി നെഹ്റു കുടുംബവുമായി, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുമായി അടുപ്പമുണ്ടായിരുന്ന ഒരുപാട് മുതിർന്ന നേതാക്കൾ അവിടുന്ന് സ്വയം പഴിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയതിന്റെ കാരണക്കാരൻ KC വേണുഗോപാലാണെന്നും നമ്മൾ രാഷ്ട്രീയം പഠിക്കുന്ന വിദ്യാർത്ഥികൾ കേട്ടിട്ടുണ്ട്. സർ, അതും കൂടെ നമുക്ക് ഇവിടെ പറയേണ്ടതല്ലേ? അദ്ദേഹം മിടുക്കനാണ്, അദ്ദേഹം ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എല്ലാം ഓക്കെയാണ്, എല്ലാം ശരിയാണ്, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആളാണ്. പക്ഷെ അദ്ദേഹം ചെന്ന ശേഷമല്ലേ ഗുലാം നബി ആസാദ്, അംബിക സോണി, ഇങ്ങനെ നിരവധി കഴിവുള്ള നേതാക്കൾ ഉണ്ടായിരുന്നവരൊക്കെ തന്നെ കളഞ്ഞിട്ട് പോയത്? അതുകൂടെ ഒന്ന് ജസ്റ്റ്, അല്ലെങ്കിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിൽ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ, ആദ്യം കേരളത്തിൽ നിന്ന് പോയതിനെ കുറിച്ച്, 2 അദ്ദേഹം കാരണം അവിടുന്ന് പോയ മറ്റു നേതാക്കളെ കുറിച്ച് അതുകൂടെ സാർ ഒന്ന് ചെറുതായിട്ട് പറയണം. അത് അയ്യപ്പദാസേ, KC വേണുഗോപാലിനെ നമ്മൾ പറഞ്ഞ ഉച്ചയൊഴിഞ്ഞ് രാഷ്ട്രീയത്തിലേക്ക് വളർത്തിക്കൊണ്ടുവന്ന ആരാണ്? ശ്രീ K. കരുണാകരനാണ് അല്ലേ? കണ്ണൂരിൽ നിന്ന് KC വേണുഗോപാൽ എന്ന ചെറുപ്പക്കാരനെ കണ്ടെത്തിയിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഉച്ചവെച്ച് നടത്തിച്ചത് K. കരുണാകരനാണ്. അപ്പൊ കരുണാകരനിൽ നിന്ന് ഒപ്പം നടന്ന എല്ലാ തന്ത്രങ്ങളിലും KC വേണുഗോപാൽ പഠിച്ചെടുത്തു. രാഷ്ട്രീയത്തിൽ എന്തെല്ലാം ആയിരിക്കണം, കേരള പൊളിറ്റിക്സിൽ എന്തെല്ലാം ചെയ്യണം, കേരള പൊളിറ്റിക്സിൽ ആരെയൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച്, അല്ലെങ്കിൽ അവരുടെയൊക്കെ ശക്തി എന്താണ്, ദൗർബല്യം എന്താണ്, അത് കൃത്യമായിട്ട് അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെയാണ് കേരളത്തിൽ നിന്നത്. പക്ഷേ അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ കേരളത്തിൽ നിൽക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടും അദ്ദേഹത്തിന് ഡൽഹിയിലേക്ക് MP ഒക്കെ ആയതുകൊണ്ടുമാണ് ഡൽഹി കേന്ദ്രീകരിച്ചിട്ട് പ്രവർത്തന മണ്ഡലത്തിലേക്ക് മാറിയത്. മുമ്പേ പറഞ്ഞ അംബിക സോണി, അതേപോലെ തന്നെ ഗുലാം നബി ആസാദ്, ഇതിനകത്ത് അംബിക സോണിനെ പറ്റി അത്ര വലിയൊരു നേതാവൊന്നും ആയിരുന്നില്ല. അവർക്ക് അങ്ങനെ വലിയ പിന്തുണയും ഒക്കെ ഉണ്ടായിരുന്ന നേതാവൊന്നും ആയിരുന്നില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അതെ, K. കരുണാകരനുമായിട്ട് അവര് വലിയ യുദ്ധവും നടത്തിയതാണ്. അത് ഓർമ്മയില്ലേ? രാജ്യസഭാ സീറ്റുമായിട്ട് ബന്ധപ്പെട്ട കരുണാകരൻ DIC ഉണ്ടായ ശേഷം അദ്ദേഹത്തിന് ഒരു രാജ്യസഭാ സ്ഥാനാർത്ഥി അദ്ദേഹം നിർത്തി. ആ സമയത്ത് ACCയുടെ നിരീക്ഷകയായിട്ട് വന്നത് അംബിക സോണിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അംബിക സോണിയുടെ നേതൃത്വത്തിലായിരുന്നു. കരുണാകരൻ രൂക്ഷമായിട്ട് വലിയ ശക്തമായ ആക്രമണം അവർക്ക് നേരെ നടത്തുകയൊക്കെ ചെയ്തു. ഇവർക്ക് അങ്ങനെ ACC വലിയ അധികാരമൊന്നുമില്ല. അദ്ദേഹം ഉപയോഗിച്ച വാക്ക് നമുക്കിപ്പോ പറയാൻ കൊള്ളത്തില്ല. അങ്ങനെയൊക്കെയുള്ള ഭാഷയില്, അങ്ങനെ ACC ഓഫീസിൽ അങ്ങനെയൊക്കെയുള്ള ആളുകളാണ്, അവരാണ് കോൺഗ്രസിന്റെ വലിയ സംസ്കാരവുമായിട്ട് വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കരുണാകരൻ വളരെ രൂക്ഷമായിട്ട് അറ്റാക്ക് ചെയ്തു. പക്ഷെ ആ തെരഞ്ഞെടുപ്പില് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി തോറ്റുപോയി. എല്ലാ ഗ്രൂപ്പുകളും വന്ന് DICക്ക് എതിരായിട്ട് വന്നു. അങ്ങനെയാണ് അന്ന് സംഭവിച്ചത്. പക്ഷെ ഗുലാം നബി ആസാദ് അങ്ങനെ ആയിരുന്നില്ല. ഗുലാം നബി ആസാദ് ഇന്ന് നെഹ്റു കുടുംബത്തോട് വിശ്വസ്തത പുലർത്തിയ ആളാണ്. എല്ലാ രാഷ്ട്രീയത്തിലും ഒരു ശരിക്കും ചാണക്യൻ എന്ന് പറയാവുന്ന ആള് തന്നെയായിരുന്നു. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് വന്നു. നല്ല ബന്ധങ്ങൾ, പ്രത്യേകിച്ച് കേരള പൊളിറ്റിക്സുമായിട്ടായിരുന്നു ഡയറക്റ്റ് കണക്ഷൻ. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ACC ആദ്യം നിയോഗിക്കുന്നത് ഗുലാം നബി ആസാദിനെയാണ്. അദ്ദേഹം നേരെ മലപ്പുറത്ത് വരും. മലപ്പുറത്ത് വന്ന ശേഷം അത്തരം കാര്യങ്ങളിലൊക്കെ ചർച്ച നടത്തും. എന്തെങ്കിലും പ്രശ്നങ്ങളോ പോരായ്മകളോ ഉണ്ടായാൽ അത് പരിഹരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ശക്തിയും ദൗർബല്യവും KC വേണുഗോപാൽ മനസ്സിലാക്കി. അയ്യപ്പദാസ് പറഞ്ഞ ഈ 2 വ്യക്തികളുടെ ഇവരുടെ ശക്തിയും ദൗർബല്യവും മനസ്സിലാക്കി. അങ്ങനെ ക്രമേണ വരും.
ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു അധികാര കേന്ദ്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് നോക്കുന്നത് എന്താണ്? ആരൊക്കെയാണ് ഇവിടെ പ്രബലന്മാരായിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ ആരാണെങ്കിൽ ഇവിടുത്തെ പ്രധാന പ്ലേയേഴ്സ് ആരാണെന്നുള്ളത് നോക്കും അല്ലേ? എന്നെങ്കിലല്ലേ അവരെ മാറ്റുവോ അല്ലെങ്കിൽ സൈഡ് ലൈൻ ചെയ്തെങ്കിൽ എനിക്ക് അധികാരത്തിലേക്ക് വരാനൊക്കത്തുള്ളൂ. രാഷ്ട്രീയത്തിൽ അതാണല്ലോ, പടിപടിയായ കയറ്റങ്ങൾ തന്നെയാണ് അയ്യപ്പദാസ്. ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ രാഷ്ട്രീയത്തിന് അല്ലേ? നമ്മൾ ഗാന്ധിസം പറയാനല്ലല്ലോ രാഷ്ട്രീയത്തിൽ വരുന്നത്. അപ്പൊ അങ്ങനെ വന്നതുകൊണ്ടാണ് അവരെല്ലാം പടിപടിയായിട്ട് അവസാനം ഗുലാം നബി ആസാദും പടി ഇറങ്ങി പോകുന്നതിന്റെ ഒരു സാഹചര്യം ഉണ്ടായത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ വളരെ രാഹുൽ ഗാന്ധിക്ക് പറഞ്ഞില്ലേ, വളരെ വിശ്വസ്തനായിട്ട് അങ്ങനെയാണ് കെ സി വേണുഗോപാൽ മാറുന്നത്. അതിപ്പോ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. അതായത് കോൺഗ്രസിന്റെ സംഘടനാ AICC എടുക്കുന്ന തീരുമാനങ്ങൾ, എല്ലാ തീരുമാനങ്ങളും വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മുമ്പിലേക്കാണ് അതിന്റെ നോട്ട് വരുന്നത്. ആ നോട്ടുകൾ ഡ്രാഫ്റ്റ് ആയ ശേഷം അത് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യൂ, അതിന്റെ വിവരങ്ങൾ അറിയിക്കൂ. എന്ത് തീരുമാനമാണെങ്കിലും അതിലെ അവസാനത്തെ ഒപ്പ് ചാർത്തുന്നത് സംഘടനാ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ കെ സി വേണുഗോപാലാണ്. അദ്ദേഹം ഒരു പവർഫുൾ ആണ്, വളരെ പവർഫുൾ ആണ്. അതുകൊണ്ടല്ലേ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കണ്ടില്ലേ, 10 വർഷം അധികാരത്തിലിരുന്ന പാർട്ടിയായിരുന്നു കോൺഗ്രസ് അല്ലേ? കോൺഗ്രസിന് കേരളത്തിൽ 10 വർഷം ഭരണമില്ലായിരുന്നു. പക്ഷേ അങ്ങനെ അധികാരം ഇല്ലാതിരുന്ന പാർട്ടിയെ സജീവമാക്കിയെടുത്ത അദ്ദേഹം. സജീവമാക്കിയെടുത്തതിന് VD സതീശൻ റോളുണ്ടെന്ന് പറയുന്നുണ്ട്. അത് ശരിയാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. അതിന് രമേശ് ചെന്നിത്തലയ്ക്ക് റോളുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞില്ലേ, പാർട്ടി അണികളെ ആവേശഭരിതരാക്കുക അല്ലെങ്കിൽ അവരെ ഉഷാറാക്കി കൊണ്ടിരുന്നതിന് നമുക്ക് എന്ത് വേണം? പണം വേണം അല്ലേ? ഒരു സംഘടനയെ ചലിപ്പിക്കുന്നതിന് ഏറ്റവും പ്രത്യേകിച്ച് നമ്മൾ അക്കാര്യത്തിൽ തന്നെ എല്ലാ സംഘടനകളെയും കേഡർ പാർട്ടികളെ അല്ലേ ഞാൻ പറയുന്നത്, പണം വേണം. ഈ പണത്തിന്റെ സോഴ്സ് കണ്ടെത്തിയിട്ട് തന്നെയാണ് അല്ലെ? പ്രത്യേകിച്ച് കോൺഗ്രസിന് ഇപ്പൊ പണവുമില്ല. 10 വർഷം കൊണ്ട് അധികാരത്തിലിരിക്കും ആര് പണം കൊടുക്കാനാണ്? ദേശീയ തലത്തിൽ തന്നെ അവർക്ക് ഫണ്ട് കുറവാണ്. ദേശീയ തലത്തിൽ തന്നെ പാർട്ടികൾ ഫണ്ട് കുറവാണ് അവർക്ക്. അങ്ങനെ വന്നപ്പോഴാണ് രവീന്ദ്ര റെഡ്ഡിയെ ഒരു പക്ഷെങ്കിൽ തെലങ്കാന മുഖ്യമന്ത്രി അത്തരം കേരളത്തിൽ കൊണ്ടുവരികയും അത്തരം കാര്യങ്ങൾക്ക് ഫണ്ട് ചെയ്യുകയും, അല്ലാതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ പിന്നെ കർണാടകത്തിൽ നിന്ന് DK ശിവകുമാർ അദ്ദേഹം നമ്മുടെ കേരളത്തിൽ പിന്നെ പാർട്ടിക്ക് ഫണ്ട് ചെയ്യുന്ന ആളുകളാണ് അവരെ കൊണ്ടുവന്നത്. ഇത് അവസാനം മനസ്സിലാക്കിക്കൊണ്ടാണല്ലോ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തെലങ്കാന മുഖ്യമന്ത്രി വിളിച്ച പേര് ഓർക്കുന്നില്ല അയ്യപ്പദാസിന്? ഏതാണ്ട് പേര് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അല്ലേ, ഇങ്ങനെ ഈ ഡാഷ് മോനെ എന്ന് വരെ വിശേഷിപ്പിച്ച അദ്ദേഹത്തിന്. അല്ല, അവിടുത്തെ കുട്ടിസഖാക്കളും അതുപോലെയൊക്കെ പറഞ്ഞു, കുട്ടിസഖാക്കളും പറഞ്ഞു. അതെ അതെ അവര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഏറ്റുപാടുക എന്നുള്ളതാണല്ലോ അവരുടെ ഒരു ജോലി. കോൺഗ്രസ്സുകാരെ ഇത്രയും പൈസ എവിടുന്നാണ്, കോൺഗ്രസ്സുകാർക്ക് ഇത്രയും സുഗമമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റുന്നത് എങ്ങനെയാണ് എന്നുള്ള ആലോചന വന്നപ്പോഴാണ് അതിനെ കുറിച്ച് കാര്യങ്ങളുണ്ടായത്. പക്ഷെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്, പശ്ചാത്തലം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഈ അധികാരങ്ങളെല്ലാം കൂടെ കേന്ദ്രീകരിച്ചാണ് ഇപ്പൊ ഡൽഹിയിൽ ഈ നമ്മുടെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള തർക്കം രൂക്ഷമായിരിക്കുന്നത്. ഡൽഹിയെ കേന്ദ്രീകരിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു തീരുമാനം എടുക്കുകയാണ്. ഇപ്പൊ കെ സി വേണുഗോപാൽ മതി കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നൊരു തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏകപക്ഷീയമായിട്ട് എടുക്കുകയല്ല, MLA-മാരുടെ അഭിപ്രായം. ഞാനൊന്ന് ഇടപെടുകയാണ്. അപ്പൊ സാറ്, നമ്മൾ ഇതുവരെയും കെ സി വേണുഗോപാലിന്റെ കാര്യം, ഇപ്പൊ പണം ഇല്ലാതിനടുത്ത് പണം കൊണ്ടുവന്നു, എല്ലാം ശരിയാണ് സർ. പക്ഷേ ഈ കഴിഞ്ഞ 10 വർഷം ഭരണമില്ലായിരുന്നു എന്നുള്ളത് ഈ പാർട്ടി ഓർത്ത്, അതായത് അവരുടെ AICC തന്നെ ഓർത്താണ് VD സതീശൻ എന്ന വളരെ വളരെ വൈബ്രന്റ് ആയ, പിന്നെ അത്യാവശ്യം വായിക്കുകയും ചിന്തിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്ന, സമകാലിക രാഷ്ട്രീയം നന്നായി കൈകാര്യം അറിയാവുന്ന രാഷ്ട്രീയത്തിലെ യുവത്വം എന്ന് പറയാം. 50 വയസ്സിനപ്പുറം അദ്ദേഹത്തിന് പോയില്ല, 50-55 വയസ്സിനകത്തേ വരത്തുള്ളൂ. അദ്ദേഹം കൂടെ കഷ്ടപ്പെട്ടല്ലേ. ആവട്ടെ സാർ, എന്നാലും രാഷ്ട്രീയത്തിൽ 60 ഒരു പ്രായക്കുറവൊന്നും അല്ലല്ലോ, പ്രായക്കൂടുതലൊന്നും അല്ലല്ലോ, പ്രായക്കൂടുതലല്ല. 60 ഒരിക്കലും പ്രായക്കൂടുതലല്ല. അപ്പൊ എന്തായാലും അദ്ദേഹം കൂടെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ കണ്ട ഫലം ഉണ്ടായത്. ഇപ്പൊ സാറ് ഉൾപ്പെടെ മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയം അറിയുന്നവരും ഒക്കെ തന്നെ പറയും കെ സി വേണുഗോപാലാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറയുമ്പോഴും ഒരു ക്ലൈം ഇദ്ദേഹത്തിനും ഇല്ലേ, VD സതീശനില്ലേ? കാരണം സാധാരണ ജനത എന്തുകൊണ്ട് VD സതീശനൊപ്പം നിൽക്കുന്ന വെച്ചാൽ അവർ കണ്ട കോൺഗ്രസ് അല്ല ഇന്നത്തെ കോൺഗ്രസ്. അവർ ഇതുവരെ ഇപ്പൊ എന്നെ പോലെ തന്നെ അല്ലെങ്കിൽ സാധാരണക്കാരായ ആൾക്കാർ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ 7 കീറായിട്ട് നിൽക്കുന്ന കോൺഗ്രസ് ആണ്. ആ ടീം കോൺഗ്രസ് ആക്കി എടുത്തതിൽ സതീശന് പങ്കില്ലേ? അപ്പൊ സതീശൻ അത് ചോദിക്കണ്ടല്ലേ സർ? സതീശൻ അത് ചോദിക്കുന്നതിൽ സതീശന് വലിയ റോളുണ്ട്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവായ ശേഷം ഈ സംഘടനയെ ഒറ്റച്ചാടി കോർത്തിണക്കിക്കൊണ്ട് വന്നു. അത് സത്യമാണ്. അപ്പൊ സാർ നമ്മൾ ചോദിച്ചു പോവുകയാണ്. അതായത് സാർ, ഇപ്പോ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോ അദ്ദേഹത്തിന്, അതായത് ഈ പറയുന്ന കെ സി വേണുഗോപാലിന് ഒരു മെരിറ്റ് ഉണ്ട്. ആ മെരിറ്റ് അദ്ദേഹം തന്നെ എന്തിനില്ലാതാക്കണം? രാഹുൽ ഗാന്ധി, ഇപ്പൊ സാറ് പറയുന്നതൊക്കെ ശരിയാണ്.
AICCക്ക് ഒരു തീരുമാനമുണ്ട്. AICC സാറ് തന്നെ നമ്മൾ തന്നെ കാണുന്നതാണ്. ഇപ്പോൾ നമ്മൾ കർണാടകത്തിലെ കാര്യം എടുത്താൽ കർണാടകത്തിൽ സിദ്ധരാമയ്യയെ ആക്കണോ അതെ DK ശിവകുമാറിനെ ആക്കണോ? അത് ആരെയാക്കി? അത് AICCയുടെ തീരുമാനം എന്താ? സിദ്ധരാമയ്യ ഇപ്പോഴും ഇരിക്കുന്നില്ലേ? അതുപോലെ രാജസ്ഥാനിൽ എന്താ ഗെലാട്ടിനെയല്ലേ ആക്കിയത്? പറയുന്ന പോലെ സച്ചിൻ പൈലറ്റിനെ ആക്കിയോ? അപ്പോൾ സർ ഇതിൽ KC വേണുഗോപാലിന് പറ്റിയത് അദ്ദേഹത്തിന്റെ വില അദ്ദേഹം മനസ്സിലാക്കാതെ കളിക്കേണ്ടതുണ്ടോ? ഈ തെരുവ് യുദ്ധം പെട്ടി ലോറിയിലാണ് അദ്ദേഹത്തിന്റെ ഫ്ലെക്സ് കൊണ്ട് ഇറക്കിയെന്ന് പറയുന്നത്. പെട്ടി ലോറിയിൽ പിന്നെ ഇങ്ങനെ ഒരുപാട് ഫ്ലെക്സ് കൊണ്ട് ഇറക്കി എന്ന് പറയുന്നു. എന്നിട്ട് ഈ അണികൾ കരിയോയിൽ ഒഴിച്ചെന്ന് പറയുന്നു. സർ നമ്മുടെ ചോദ്യം ഇത്രയേ ഉള്ളൂ, എന്തിന് സ്വന്തം വില അദ്ദേഹം കളയണം? അദ്ദേഹം കളഞ്ഞോ? ഞാൻ ചോദിച്ചു പോവുകയാണ്. സാറിൻ്റെതാണ് ഉത്തരം, എൻ്റെ അല്ല. ഒന്ന് പറയാമോ സർ? അല്ല, അതിനകത്തിലെ കാര്യം എന്ന് പറഞ്ഞാല് AICCയുടെ തീരുമാനം അതാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അയ്യപ്പദാസ്? അതായത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനം. ബാംഗ്ലൂർ പിന്നെ കർണാടകത്തിന്റെ കാര്യം അയ്യപ്പദാസ് പറഞ്ഞില്ലേ? അന്ന് എല്ലാവരും പറഞ്ഞിരുന്നു പിന്നെ അവിടെ DK ശിവകുമാറിന് കൊടുക്കണം, അദ്ദേഹം ചെറുപ്പമാണ്, വളരെ വൈബ്രന്റ് ആണ്, മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. പക്ഷെ എന്താണ് അവസാനം പറ്റിയത്? അവസാനം സംഭവിച്ചത് സിദ്ധരാമയ്യക്കാണ് കൊടുത്തത്. പക്ഷെ അന്ന് ഒരു കണ്ടീഷൻ വെച്ചിരുന്നു. എന്ത് പറ്റി? 2.5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം ഒഴിഞ്ഞു കൊടുക്കണം, അതിനുശേഷം ശിവകുമാറിന് കൊടുക്കണം എന്നുള്ളത്. പക്ഷെ നടപ്പാകുന്ന അയ്യപ്പദാസിന് തോന്നുന്നുണ്ടോ? ഇല്ല സാർ, നടപ്പാകുന്നില്ല. നടപ്പാകാൻ പോകുന്നില്ല. സിദ്ധരാമയ്യ 5 വർഷവും കർണാടകം ഭരിക്കും. അതാണ് ഞാനതാ പറഞ്ഞത്. നമ്മുടെ അധികാര അതിന്റെ സെന്റർ പോയിന്റ് ഇപ്പം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി എന്ത് തീരുമാനിക്കുന്നു അത് തന്നെയാണ് ഫൈനൽ തീരുമാനം. അതിനകത്ത് നമുക്ക് പറയാം, ന്യായങ്ങൾ പറയാമെന്നുള്ളതേ ഉള്ളൂ. സതീശനെ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യാം. അദ്ദേഹമാണ്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ സംഘടനയും നമ്മൾ പറയാതെ വിട്ടുപോയ ഒരു പേരുണ്ട്, ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല. ഞാനത് പറയാൻ പറ്റിയായിരുന്നു. തീർച്ചയായിട്ടും അത് പറയാനും ഞാൻ വരികയായിരുന്നു. അപ്പൊ അതാണ്. അപ്പൊ അങ്ങനെ സതീശനെ ക്ലെയിം ചെയ്യാൻ ഉപതെരഞ്ഞെടുപ്പുകളെ ജയിക്കുന്നു. സംഘടനയെ മൊത്തത്തിൽ ചലിപ്പിച്ചു അദ്ദേഹം. അത് സത്യമാണ്. ആ ചലിപ്പിച്ചു. ഈ തെരഞ്ഞെടുപ്പില് നമ്മളെ ടീം UDF എന്നുള്ള പേരില് അതിനെ നന്നായിട്ട് അത് കൊണ്ടുപോയി. അത് കേരളത്തിൽ അദ്ദേഹം ചെയ്തു, നന്നായിട്ട് ചെയ്തു അദ്ദേഹം. അതേപോലെ തന്നെയാണല്ലോ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഇവരെ കൊണ്ട് പ്രായം കൊണ്ട് ഇവരെ കണ്ട് സീനിയറാണ്, അനുഭവ സമ്പത്ത് കൊണ്ട് സീനിയറാണ്. 26 27 വയസ്സോ മറ്റോ ഉള്ളപ്പോ തന്നെ സംസ്ഥാനത്ത് മന്ത്രിയായ ആളാണ്. മന്ത്രിയായി എന്തെല്ലാം ചുമതലകൾ വെച്ചു. KSUവിന്റെ ആണെങ്കിൽ NSUവിന്റെ ആണെങ്കിൽ പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ ആണെന്നെങ്കിൽ എല്ലാ അഖിലേന്ത്യാ പദവികളെല്ലാം അദ്ദേഹം വഹിച്ചിട്ടുണ്ട് അല്ലെ? ഇന്നത്തെ പല നേതാക്കന്മാരും കഴിഞ്ഞ ദിവസം വന്ന നിരീക്ഷകന്മാരടക്കം ഉള്ളവരൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ ജനറൽ സെക്രട്ടറിമാരായിട്ട് ജോലി ചെയ്ത ആളുകളാണ്. അദ്ദേഹത്തെ കാണുമ്പോൾ സാറെന്ന് വിളിക്കാവുന്ന ആളുകളൊക്കെയാണ് നിരീക്ഷകന്മാരായിട്ടൊക്കെ AICC ആസ്ഥാനത്ത് നിന്ന് മറ്റേ നിൽക്കുന്ന ആളുകളൊക്കെ പറയുന്നത്. ഈ മമത വരെ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നേ. ഈ മമത വരെ ഉണ്ടായിരുന്നു. അവരൊക്കെ വിട്ടുപോയതാണ്. അവർ ബംഗാൾ കൾച്ചറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ വിട്ടുപോയ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ രമേശിനെതിരെ ക്ലെയിം ചെയ്തുകൂടെ? രമേശിനോട് ക്ലെയിം ചെയ്തുകൂടെ? തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അവകാശമുണ്ട്. കാരണം 2021 ആ തെരഞ്ഞെടുപ്പില് അന്ന് UDF ആണ് അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ ആരായിരുന്നു മുഖ്യമന്ത്രി? UDF തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തലയാണ്. തെരഞ്ഞെടുപ്പ് നയിച്ചെന്നുള്ള രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകേണ്ടതാണ്. പക്ഷെ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? പ്രതിപക്ഷ നേതൃസ്ഥാനം കൊടുത്തോ? കിട്ടിയില്ല. എന്തുകൊണ്ടാണ് കിട്ടാതെ പോയത്? അന്ന് എല്ലാവരും പറഞ്ഞ് സ്വാഭാവികമായിട്ട് സർക്കാരിനെതിരെ, അന്നത്തെ ഇടതുപക്ഷ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് നയിച്ചൊക്കെ കൊണ്ടുവന്നതാണ്, തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവന്നതാണ്. പക്ഷെ ഭരണം കിട്ടിയില്ല. കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന പ്രതിപക്ഷ നേതൃസ്ഥാനം എടുത്തു കളഞ്ഞു. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ചുരുക്കെഴുത്തിലേക്ക് എത്തുമ്പോൾ ഇപ്പോ എന്തായി തീരാനാണ് സാർ സാധ്യത? ഇപ്പൊ 3 പേരുമുണ്ട്. അവരെ 3 പേരെയും ഇൻഡിവിജ്വലി AICC പ്രതിനിധികൾ കാണുന്നുണ്ട്. രാഹുൽ ഗാന്ധിക്ക് ചിലപ്പോൾ തമിഴ്നാട് നാളെ സത്യപ്രതിജ്ഞ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് പോകേണ്ടി വരും. അദ്ദേഹം ചിലപ്പോൾ രാജ്യ തലസ്ഥാനത്ത് ഉണ്ടാകാൻ സാധ്യതയില്ല. ഇന്ന് ശനിയാഴ്ചയാണ്. അങ്ങേയറ്റം ഇന്ന് വൈകുന്നേരമോ നാളെയോ എങ്കിലും ഇനി ഇതിലൊന്നും പെടാത്തൊരു 3ാമതൊരു പേര് പൊങ്ങി വരാൻ സാധ്യതയുണ്ടോ? ഒന്ന് ഇതിന്റെ ചുരുക്കെഴുത്ത് പറയാമോ സാർ? പ്രിയങ്ക ഗാന്ധി ഇടപെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. എന്താ സാർ പറയണം സാർ? നമുക്ക് ഇതിനകത്തിൽ അറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കമാൻഡ് തീരുമാനിക്കുകയാണ്. സാധാരണഗതിയിൽ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കേണ്ടത് അവിടുത്തെ MLA-മാരുടെ ഭൂരിപക്ഷ അടിസ്ഥാനത്തിലാണെങ്കിൽ 63 കോൺഗ്രസ് MLA-മാരിൽ മഹാഭൂരിപക്ഷവും പിന്തുണച്ചിരിക്കുന്നത് KC വേണുഗോപാലിനെയാണ്. അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും KC വേണുഗോപാലെ മുഖ്യമന്ത്രിയാകുകയുള്ളൂ. ഇനി അതല്ല, ഇതിനോടൊപ്പം തന്നെ UDF-ന്റെ മുഖ്യമന്ത്രിയായിട്ടാണല്ലോ വരേണ്ടത്. 102 സീറ്റിലാണ് UDF വിജയിച്ചിരിക്കുന്നത്. ഒന്നുകൂടെ നമ്മൾ പറയാതെ പോയി. ഘടകകക്ഷികളെല്ലാം സതീശനൊപ്പമാണ്.
ആ അതാണ് ഞാൻ പറയാൻ വന്നത് പറയണം ജയപ്രകാശ്. അപ്പൊ ആ അങ്ങനെ വരുമ്പോൾ പറയണം സാർ. അവരെല്ലാവരും കൂടെ ഒരേപോലെ സമ്മർദ്ദം ചെലുത്തുന്നത് അങ്ങനെയാണ്. ജനപിന്തുണയുള്ള നേതാവ് വേണം. അതേപോലെ തന്നെ എല്ലാവരുമായിട്ട് ഈ പിന്നെ ഇത് സൗഹൃദത്തിൽ ഉണ്ടായിരുന്ന പ്രത്യേകിച്ച് കേരളത്തില് ഇപ്രാവശ്യം മത്സരിച്ച MLA-മാരുടെ കൂട്ടത്തിൽ നിന്ന് വേണം ആളെ തിരഞ്ഞെടുക്കാൻ എന്നൊക്കെയുള്ള ഒറ്റക്കെട്ടായിട്ടും അവർ AICC അവിടുന്ന് വന്ന പ്രതിനിധികളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ആ സപ്പോർട്ട് കിട്ടിയിരിക്കുന്നത് VD സതീശനാണ്. അപ്പൊ നോക്കുക, വലിയ രണ്ട് അധികാര കേന്ദ്രങ്ങൾ തമ്മിലുള്ള തർക്കമാണ്. ഇനിയിപ്പോ അങ്ങനെ VD സതീശനും പിന്നെ KC വേണുഗോപാലും അവർ രണ്ടുപേരും ഈ രണ്ട് വിഷയങ്ങളുടെ പേരിൽ തർക്കം വരികയാണെങ്കിൽ എന്നാലൊരു ന്യൂട്രൽ, ഒരു മൂന്നാം സ്ഥാനാർത്ഥി ആയിക്കോട്ടെ എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് നടക്കു വീഴുകയും ചെയ്യും. അതായിരിക്കും ഫൈനലിൽ സംഭവിക്കാൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. നന്ദി. താങ്ക് യു സാർ.